ബാക്ക് ടു സൈലന്റ് ലേണിംഗ് അനറ്റമീസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് EVS പഠിക്കാം അല്ലേ. അപ്പോൾ മക്കളെ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ ടൈം ടേബിൾ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസം നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് നേടാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ പ്രധാനമായും പഠിക്കേണ്ട ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്, ചെറിയൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും ഓൾറെഡി പഠിച്ചതായിരുന്നു നാം ജീവിക്കുന്ന ലോകം, ദ വേൾഡ് വി ലീവ് ഇൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മുടെ ഗ്ലോബ് എന്ന് പറയുന്നത്. എന്താണ് ഗ്ലോബ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഭൂമിയുടെ ഒരു ചെറിയ മോഡലാണ്, ഭൂമിയുടെ ഒരു ചെറിയ മാതൃകയാണ് നമ്മൾ ഗ്ലോബായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഗ്ലോബിലൊന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ആരെ കാണാനായിട്ട് പറ്റുന്നുണ്ട്? നമ്മുടെ രാജ്യം, അതായത് നമ്മുടെ ഇന്ത്യനെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഈ ഇന്ത്യനെ ഒന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ അതിർത്തികളെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണാൻ സാധിക്കുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ ഭൂപടമാണല്ലേ. ഇന്ത്യയുടെ അതിർത്തി രേഖ ഒരു കടലാസിലേക്ക് പകർത്തി വരച്ചാൽ ഈ ഒരു രൂപമാണ് നമുക്ക് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള ചിത്രങ്ങളെയാണ് നമ്മൾ ഭൂപടങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മാപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ചില ചിഹ്നങ്ങളാണ്. അതും കൂടി നമുക്കൊന്ന് വേഗം നോക്കാം അല്ലേ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്തിനെ പറ്റിയാണ്? നമ്മുടെ ത്രിവർണ്ണ പതാകയെ പറ്റിയാണ്. ഈ ത്രിവർണ്ണ പതാകയെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് പറയുന്നത് അതിന്റെ കളറാണ്. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും ഓറഞ്ച് ഉണ്ട്, വെള്ളയുണ്ട്, പച്ചയുണ്ട് എന്നൊക്കെ പറയും. ശരിക്കും ഇതിന്റെ കളർ എങ്ങനെയാണ് വരുന്നത്? നമുക്കൊന്ന് നോക്കാം. സഫ്രോൺ അറ്റ് ദി ടോപ്പ് ആൻഡ് വൈറ്റ് ഇൻ ദി മിഡിൽ ആൻഡ് ഗ്രീൻ അറ്റ് ദി ബോട്ടം. അതായത് ഏറ്റവും മുകൾ ഭാഗത്ത് കുങ്കുമം, നടുവിൽ വെള്ള, താഴ്ഭാഗത്ത് ഗ്രീൻ അതായത് പച്ച എന്നീ 3 നിറങ്ങളാണ് നമ്മുടെ ത്രിവർണ്ണ പതാകയ്ക്കുള്ളത്. അത് മാത്രമല്ല, ഈ നടുക്കുള്ള ഈ വെള്ള കളറിൽ വേറെ ഒന്നും കൂടി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് മക്കളെ നമ്മുടെ അശോക ചക്ര എന്ന് പറയുന്നത്. അശോക ചക്രത്തിന്റെ വേറൊരു പ്രത്യേകതയാണ്, അതിനെന്താണ്? നേവി ബ്ലൂ കളറാണ്. അതുപോലെ തന്നെ അവയ്ക്ക് 24 സ്പോക്സ് ഉണ്ട്, അതായത് 24 ആരക്കാലുകളുണ്ട്. അപ്പൊ ത്രിവർണ്ണ പതാകയെ പറ്റി ഒരു ഐഡിയ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ത്രിവർണ്ണ പതാകയുടെ ആ ഒരു ഡിസൈൻ ആരാണ് കൊണ്ടുവന്നത് എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. പിങ്കളി വെങ്കയ്യ. ഓക്കെ, ഇദ്ദേഹമാണ് ഇതിന്റെ ആ ഒരു ഡിസൈൻ കൊണ്ടുവന്നത്. ഇനി ഇത് മാത്രമൊന്നുമല്ല, നമ്മുടെ നാഷണൽ ആന്തം ഏതാണ്, അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ സോങ് ഏതാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ദേശീയ പുഷ്പം, ദേശീയ പക്ഷി, ദേശീയ ചിഹ്നം, ദേശീയ മൃഗം, ദേശീയ വൃക്ഷം എന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം, എന്നിട്ട് വേണം എക്സാമിന് എഴുതാനായിട്ട് പോവാൻ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള എക്സാം നമ്മൾ അടിപൊളിയായിട്ട് എഴുതിയിരിക്കും, നല്ല മാർക്ക് നേടിയിരിക്കും. അടുത്ത കൊല്ലം നമുക്ക് അടിപൊളിയായിട്ട് 4ാം ക്ലാസ്സിൽ വെച്ച് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എനിവേ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.